ഏറ്റവും പ്രധാനം നമ്മളെ ഡയറ്റ് തന്നെയാണ്. ഡയറ്റിൽ നമ്മൾ കൂടുതലായിട്ട് ഫൈബർ ഇൻക്ലൂഡ് ചെയ്ത് പോകണം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കഴിക്കണം. വെള്ളം നന്നായിട്ട് കൂടി. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കണം. കൂടുതലായിട്ടും പപ്പായയൊക്കെയാണ് വളരെ ഒരു ഐഡിയൽ ആയിട്ടുള്ള പപ്പായ, ബനാന, ഇതൊക്കെ വളരെ ഐഡിയൽ ഫ്രൂട്ട്സ് ആണ്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ആണ് കൂടുതൽ ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ വരിക എന്ന് പറയാം. അധികം ഒന്ന് നമ്മൾ ഈ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ വരും, അതൊന്ന്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ഓർക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, അതൊന്ന്. പിന്നെ നമ്മൾ ഡയറ്റൊക്കെ മാറും. നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ചിട്ടയായിട്ട് ഫോളോ ചെയ്ത് വരുന്ന നമ്മൾ വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കാം. നമ്മളിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന കുറേ കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജങ്ക് ഫുഡ്സൊക്കെ കൂടുതൽ ഉപയോഗിക്കും. ആ സമയത്ത് തന്നെ കോൺസ്റ്റിപ്പേഷൻ വരും. ആ സമയത്ത് തന്നെ നമുക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാകും, ബ്ലീഡിങ്ങും ഉണ്ട്. മീറ്റിൻ്റെ അളവ് കുറയ്ക്കണം. മീറ്റ് നിർത്തണം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം മീറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പം മീറ്റിൻ്റെ ഒരു പ്രോട്ടീൻ അളവൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ ആയാലും ബീഫ് ആയാലും ഏതായാലും അതിൻ്റെ അളവ് കുറയ്ക്കും, ഫൈബർ കൂടുതലായിട്ട് ഉപയോഗിക്കും, വെള്ളം നന്നായിട്ട് കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മോഷൻ അനായാസം അങ്ങ് പോവും. എന്നാലും ചില ആൾക്കാരുടെ ശരീരപ്രകൃതം അങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്ത് കഴിച്ചാലും കോൺസ്റ്റിപ്പേഷൻ വരും. അത് അവരുടെ ശരീരത്തിൻ്റെ ഒരു നേച്ചറാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരു മോഷൻ അഴിഞ്ഞു പോകുന്ന ഒരു സിറപ്പ് റെഗുലറായിട്ട് കുടിക്കണം.